ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 3-ാം വാരം ചൊവ്വ. നാം വായിച്ചു കേൾക്കുന്നത് മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു ആരാണ് തൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ കാണുവാൻ വരുമ്പോൾ യേശു പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് യേശു എന്താണ് ഉദ്ദേശിച്ചിരിക്കുക? യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നില്ല എന്നല്ല, മറിച്ച് കുറച്ചുകൂടി വിശാലമായ മനസ്സോടെ യേശു ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്: എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെല്ലാവരും എൻ്റെ അമ്മയും സഹോദരങ്ങളുമാണ്. സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷവും മത്തായിയുടെ വിശുദ്ധ സുവിശേഷവും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരിയും സഹോദരനും അമ്മയും എന്ന് പറയുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു: ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. 3 സുവിശേഷങ്ങളും ഒരുപോലെ വിരൽ ചൂണ്ടുക ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അത് നിറവേറ്റുവാനും നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ്. ഇന്ന് കത്തോലിക്ക തിരുസഭയെ സംബന്ധിച്ചിടത്തോളം തിരുസഭ വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധൻ തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയതും ഇന്നത്തെ ഈ വചനങ്ങൾ തന്നെയാണ്. ഒരു പ്രഭു കുടുംബത്തിൽ പിറന്ന വിശുദ്ധ തോമസ് അക്വീനാസ് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ച് ഒരു ഡൊമിനിക്കൻ വൈദികനായി തീർന്നത്. ഒരു പ്രഭു ഡൊമിനിക്കൻ യാചകവേഷം സ്വീകരിച്ചത് മാതാപിതാക്കന്മാർക്കും മറ്റ് രാജകുടുംബാംഗങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് 1-ാം സ്ഥാനം നൽകി. വിശുദ്ധ തോമസ് അക്വീനാസ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ അക്വീനാസ് നേപ്പിൾസിൽ വെച്ച് കുരിശുരൂപത്തിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കുകയുണ്ടായി: തോമസ്, നീ എന്നെപ്പറ്റി നന്നായി എഴുതിയിരിക്കുന്നു, പകരം നിനക്ക് എന്ത് വേണം? തോമസ് ഉടനെ മറുപടി നൽകി: കർത്താവെ, അങ്ങയെ ഒഴികെ വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇങ്ങനെ യേശുവിനെ സ്വന്തമാക്കുവാനും യേശുവിൻ്റെ പ്രിയപ്പെട്ടവനായി തീരുവാനും വിശുദ്ധനെന്നും ശ്രമിച്ചിരുന്നു. ഇന്ന് ഈ സുവിശേഷ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ, വിശുദ്ധൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ, നമുക്കും വിശുദ്ധ തോമസ് അക്വീനാസിനെ പോലെ ദൈവത്തെ സ്വന്തമാക്കുവാനും ദൈവേഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി തീരുവാനും സാധിക്കട്ടെ. നല്ലൊരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.